ഞാൻ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ ആ മഹൽ ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. കർത്താവ് നമ്മളെ എത്ര അത്ഭുതകരമായി പരിപാലിക്കുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. നമ്മൾ പല സാഹചര്യങ്ങളിലായിരുന്നു. മാനുഷികമായി നോക്കിയാൽ വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും നമ്മളെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക, കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ജീസസ് എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട വെക്കാൻ പോലും അല്ല പറഞ്ഞിരിക്കുന്നത്, എറിഞ്ഞു കളക എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. കാസ്റ്റ് യുവർ ബേർഡൻസ് അപ്പോൺ ജീസസ് ആൻഡ് ഹി വിൽ ടേക്ക് കെയർ ഓഫ് യു. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കൽ കർത്താവിങ്കലേക്ക് നമ്മുടെ ഭാരങ്ങളെ നമ്മൾ ഇട്ട് കളയുന്നുവെങ്കിൽ തീർച്ചയായും അത് കയ്യേറ്റ് നമ്മളെ നടത്തുവാൻ നമ്മളോട് കരുണയുള്ള ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ഞാൻ ഈ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം വളരെ എടുത്തു പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവവചനത്തിന് അത്രത്തോളം പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്. പ്രാധാന്യം ഉണ്ടാക്കിയെടുക്കുകയല്ല, അത്രത്തോളം പ്രാധാന്യം ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ഈ ദിവസങ്ങളിലായി നമ്മൾ പഠിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കുകയാണ്. കർത്താവിൻ്റെ ഇഷ്ടം, കർത്താവിൻ്റെ വചനം, അതാണ് നമ്മൾ പഠനത്തിനായി വേർതിരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ഇഷ്ടം, അത് നമ്മൾ അറിയണം. അത് നമ്മൾ അറിയുന്നത് കർത്താവിൻ്റെ വചനത്തിലൂടെയാണ്. ആ വചനം നമ്മൾ അനുസരിക്കണം. അപ്പോഴാണ് കർത്താവിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിർവഹിക്കപ്പെടുന്നത്. അത് നമ്മൾ അറിയാതിരിക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നമ്മൾ വായിക്കുമ്പോൾ ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ, ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. ബുദ്ധിഹീനരാകരുത്. അതായത് കർത്താവിൻ്റെ ഇഷ്ടം തിരക്കാത്തവൻ, കർത്താവിൻ്റെ ഇഷ്ടം അറിയാത്തവൻ, അത് ഗ്രഹിക്കാത്തവൻ, അവനെ പൗലോസ് വിളിക്കുന്നത് ബുദ്ധിഹീനൻ എന്നാണ്. ബുദ്ധിയുള്ളവനാണോ അവൻ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചിരിക്കും. അപ്പം അതുകൊണ്ടാണ് ഈ കർത്താവിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ടത്. കാരണം നമ്മൾ ആരും ബുദ്ധിഹീനരായി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ബുദ്ധിയുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കണം. കാര്യം കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല. അങ്ങനെ പറഞ്ഞാൽ അങ്ങ് സ്വർഗത്തിൽ പോകുമെന്നാണ് നമ്മുടെ പലരുടെയും ചിന്ത. അപ്പൊ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷനല്ല. പറ്റുകയാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം അനുസരിച്ചൊക്കെ ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഇഷ്ടം ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ഉണ്ട്. അതിൻ്റെ പരിണിത ഫലം എന്താണ്? നമ്മൾ നിത്യതയിൽ തള്ളപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ കോൺസിക്വൻസ്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാത്തവന് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല എന്ന് കൃത്യമായി ഇവിടെ കർത്താവ് തന്നെ പറയുന്നു. അവൻ പറയാണ്, ഞാൻ കർത്താവെ എന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പാട്ടുപാടുന്നുണ്ട്, ഞാൻ സഭായോഗത്തിന് പോകുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നീ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അത് ഗ്രഹിക്കുന്നില്ലെങ്കിൽ, അത് അറിയുന്നില്ലെങ്കിൽ, അത് അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ബുദ്ധിഹീനരാണ്. കാരണം ഇതിൻ്റെ കോൺസിക്വൻസ്, ബുദ്ധിഹീനരുടെ പ്രശ്നം എന്നാണ്? ബുദ്ധിയില്ലാത്തവൻ ഭാവിയെക്കുറിച്ചും അല്ലെങ്കിൽ ഭവിഷ്യത്തിനെക്കുറിച്ച് ഗ്രഹിക്കുന്നില്ല. ഭവിഷ്യത്ത്, അപ്പോൾ ഭവിഷ്യത്തിനെക്കുറിച്ച് ഗ്രഹിക്കുവാൻ കഴിയുന്നവനാണ് ബുദ്ധിയുള്ളവൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. അതാ ഏറ്റവും പ്രധാനം. പക്ഷെ നമ്മൾ ഇന്നത്തെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ
കർത്താവിൻ്റെ ഇഷ്ടം അറിയാനല്ല, നമ്മുടെ ഇഷ്ടം സാധിക്കാനാണ്. നമ്മുടെ ഇഷ്ടമുണ്ട്, കർത്താവിൻ്റെ ഇഷ്ടമുണ്ട്. ഇത് തമ്മിൽ എപ്പോഴും ഒരുമിച്ച് പോകണമെന്ന് നിർബന്ധമില്ല. എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, അതാണല്ലോ നമ്മുടെ ഇഷ്ടങ്ങൾ, അതൊക്കെ ദൈവ ഇഷ്ടത്തിന് യോജിക്കുന്നതാണോ എന്ന് ഞാൻ തിരയണം. അല്ലെങ്കിൽ ഞാൻ ബുദ്ധിയില്ലാത്തവനാണ്. നമുക്ക് ധാരാളം ഇഷ്ടങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, മോഹങ്ങളുണ്ട്, അല്ലേ? ഏകദേശം ഒരുപോലുള്ള വാക്കുകളൊക്കെയാണ്. എങ്കിലും ഇഷ്ടം എന്ന് പറയുന്നത് അതിനേക്കാൾ കുറച്ചുകൂടെയാണ്. ആഗ്രഹങ്ങൾ, ഇഷ്ടം, എൻ്റെ ഇഷ്ടം എന്താണോ അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുക മാത്രമല്ല, ഞാനത് മോഹിക്കുന്നു. അയ്യോ, എനിക്കത് കിട്ടിയേ പറ്റൂ എന്നൊക്കെ പറയുന്നു. നമ്മുടെ മോഹങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. എൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയത്തില്ലെന്ന് ആരെങ്കിലും പറയുമോ? ഇല്ല. എൻ്റെ മോഹങ്ങൾ എന്താണ്, എൻ്റെ ആഗ്രഹങ്ങൾ എന്താണ്, എൻ്റെ ഇഷ്ടങ്ങൾ എന്താണ്, അതൊക്കെ എനിക്കറിയാം എന്ന് തന്നെയല്ല, നമ്മൾ മിക്കപ്പോഴും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് നമ്മുടെ മോഹങ്ങളുമായിട്ടാണ്. നമ്മുടെ ഇഷ്ടങ്ങളുമായി, നമ്മുടെ മോഹങ്ങളുമായിട്ട്. എന്നിട്ട് നമ്മുടെ മോഹങ്ങളെല്ലാം അങ്ങോട്ടങ്ങ് പറയും. നമ്മളതിനെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രാർത്ഥന ഒന്ന് അനലൈസ് ചെയ്താൽ, എൻ്റെ ദൈവമേ, മോഹങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് നമ്മളവിടെ കാണുന്നത്. എൻ്റെ മോഹങ്ങളെല്ലാം പറയുന്നുണ്ട്. എൻ്റെ മോഹങ്ങളുമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നത് പോലും. അവിടെ നമ്മൾ ദൈവേഷ്ടം, അതായത് എനിക്ക് എന്നെക്കുറിച്ച്, അല്ലെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ പോലെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും തിരിച്ചറിയുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. അതാണ് വാസ്തവത്തിൽ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് ചെന്നത് തിരക്കുന്നില്ല. കാരണം നമ്മുടെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിനായി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് എൻ്റെ ഇഷ്ടമെല്ലാം കൂടെ പറയുന്നു. അത് നിർവഹിച്ചു തരാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. കാര്യസാധ്യത്തിനായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, അതിനുവേണ്ടി ദൈവത്തെ ഉപയോഗിക്കുന്നു. കാര്യസാധ്യം, അത് ക്രിസ്തു മതത്തിലും ഹിന്ദു മതത്തിലും ഏത് മതത്തിലും ഒരു പരിധിവരെ മനുഷ്യൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? കാര്യസാധ്യത്തിന് വേണ്ടിയാണ്. അതായത് എൻ്റെ മോഹങ്ങൾ ദൈവം എനിക്ക് ചെയ്തു തരുന്നു. അതുകൊണ്ട് ചെല്ലുന്നതേ മോഹങ്ങൾ പറയാനാണ്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഒന്നുമില്ല, ദൈവത്തെ ഉപയോഗിക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, നിന്റെ ആഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ പറയുക. അതൊക്കെ പ്രസംഗിക്കുന്നവരുമുണ്ട്. നിന്റെ ആഗ്രഹങ്ങൾ, നിന്റെ മോഹങ്ങൾ എന്താണോ അതൊക്കെ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് പറയുക, ദൈവം അത് നിനക്ക് നിർവഹിച്ച് തരും. ദൈവത്തിന് നിന്നെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരെ വളരെ ചുരുക്കമായിട്ടേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എപ്പോഴും നമ്മൾ കേൾക്കുന്നത് നിന്റെ മോഹങ്ങളുമായി ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുക. എല്ലാ മതത്തിലും അത് തന്നെയാണ്. പക്ഷെ അതുകൊണ്ടെന്താ? ആ ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം ശരിയായിട്ടില്ല. ഈ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നു, കാര്യം സാധിച്ച് മടങ്ങിപ്പോരുന്നു. നമ്മൾ ഈ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കുമല്ലോ. ഈ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കുമ്പോൾ റേഷൻ കടക്കാരനുമായിട്ട് നമുക്ക് വല്ല ബന്ധവും വേണമെന്ന് നിർബന്ധമുണ്ടോ? റേഷൻ കാർഡിൽ നമ്മുടെ പേര് വേണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതുപോലെ അങ്ങോട്ട് ചെന്നു എനിക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോരുന്നു. പെൻഷൻ വാങ്ങിക്കാൻ ബാങ്കിൽ പോകുന്നു. അവിടെ ഇരിക്കുന്ന കാഷ്യറുമായിട്ട് നമുക്ക് ബന്ധം വല്ലതും ഉണ്ടോ? ഇല്ല. ഇതുപോലെ പലപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻസ് കൊടുക്കാനാണ് ദൈവസന്നിധിക്ക് ചെല്ലുന്നത് പോലും. എൻ്റെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്, കാര്യം സാധിച്ചു പോരുന്നു. മതങ്ങളെല്ലാം അങ്ങനെയാണ്. എല്ലാ മതങ്ങളും അടിസ്ഥാനപരമായി ആ രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റിലേഷൻ ഇല്ല, ബന്ധമില്ല. ദൈവവുമായിട്ടുള്ള ബന്ധം ഈ കാര്യം സാധിക്കുന്ന സമയത്തേക്ക് മാത്രമുള്ള ബന്ധമേ ഉള്ളൂ. അന്നേരം നല്ല ബന്ധമൊക്കെയാണ്, പിന്നില്ല. ദൈവം ഒരു വ്യക്തിയാണെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല. ദൈവത്തിന് എന്നെക്കുറിച്ച് ഇഷ്ടമുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നില്ല. എൻ്റെ ഇഷ്ടം നേടുവാനാണ് ഞാൻ നേടിയെടുക്കാൻ ഞാൻ പോയി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന തന്നെ ഈ ഇഷ്ടം ഇങ്ങോട്ട് തരാനുള്ള ഒരു ഉപാധി എന്ന നിലയിലാണ്. നമ്മൾ ഇപ്പോഴൊക്കെ ഒത്തിരി അടുത്ത് വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എയർപോർട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും വെൻഡിങ് മെഷീൻസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഒന്നുകിൽ നമ്മൾ പൈസ അല്ലെങ്കിൽ കോയിൻ അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ ഞെക്കണം. നമുക്ക് ഏത് ഡ്രിങ്കാണ് വേണ്ടത്? കൊക്കക്കോള ആണോ വേണ്ടത്? ഫാൻറ്റ ആണോ വേണ്ടത്? അതോ
അവിടെ എല്ലാം ക്യാനിനകത്ത് വെച്ചിരിക്കുക. പൈസ ഇട്ടേച്ച് നമ്മൾക്ക് ഇഷ്ടമുള്ള ലിംഗായയുടെ സൈനയിലോട്ടൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ടിക്കെന്ന് പറഞ്ഞ് താഴെ വന്ന് ലിംഗായുടെ ഒരു ഇത് വന്ന് വീഴും. പൈസ അല്ലെങ്കിൽ കാർഡ് കാണിക്കുക, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇത്രയും ബന്ധമൊക്കെ ഉള്ളൂ ശരിക്കും ഇന്ന് പലർക്കും ദൈവവുമായിട്ട്. എന്നറിയാമോ, അങ്ങോട്ട് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, കോയിനിടുന്നത് പോലെ പോയി പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥിച്ചിട്ട് ഒരു ഞെക്കുന്നു, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു തരണം, ഇതിനാ ഞാൻ വന്നത്, ഇതിനാ ഞാൻ കോയിനിട്ടത്, ഇതിനാ ഞാൻ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുന്നത് പോലും ഇത് കിട്ടാൻ വേണ്ടിയാണ്. വെൻഡിങ് മെഷീനും നമ്മളും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? റിലേഷൻ ഇല്ല. റിലേഷൻ വേണ്ട താനും. കാര്യം അതൊരു ഓബ്ജക്റ്റാണ്, അല്ലാതെ വ്യക്തിയല്ല. ലഭിക്കാനുള്ള കാര്യങ്ങൾ, നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രം ദൈവത്തെ ചിന്തിക്കുക. ദൈവമേ, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ വേണം, അതിന് ഞാൻ എന്തോ വേണം? ഞാൻ പ്രാർത്ഥിക്കാം. ഉപവസിക്കണോ? വേണമെങ്കിൽ ഉപവസിക്കാം. ഉപവസിക്കുന്നത് പോലും കാര്യം സാധിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നേരിടുന്നതാണ് നമ്മൾ ഇന്ന് കാണുന്നതായ ഒരു വലിയ പ്രശ്നം. ഉപവാസം പോലും കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ദൈവവുമായിട്ടുള്ള ഏക ബന്ധം നമുക്ക് കാര്യം സാധിച്ചു കിട്ടിയതുമായിട്ട് ബന്ധപ്പെടുത്തിയ. ഞാൻ പലപ്പോഴും ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ഹൂ ഈസ് ജീസസ് ടു യു? യേശു നിങ്ങൾക്ക് ആരാണ്? യേശു നിങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുന്നത് അവരുടെ ഇഷ്ടങ്ങളെ ദൈവം പൂർത്തീകരിച്ച കഥകളൊക്കെയാണ്. ദൈവം എനിക്ക് ആരാണെന്നോ? നമ്മൾ പറയും, ബ്രദറെ, ഞാൻ 3 വർഷം രോഗിയായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. അപ്പോൾ ഞാൻ പറയും, പൊന്നു സഹോദര, ദൈവം നിനക്ക് എന്ത് ചെയ്തു തന്നു എന്നല്ല ഞാൻ ചോദിക്കുന്നത്. പ്രത്യുത ഞാൻ ചോദിക്കുന്നത്, ദൈവം നിങ്ങൾക്ക് അല്ലെങ്കിൽ യേശു നിങ്ങൾക്ക് ആരാണ്? പിന്നെ ഇവർ പറയുന്നതെല്ലാം കഥകളാണ്. കടം വീട്ടിയ യേശു, വീട് തന്ന യേശു, കാറ് തന്ന യേശു, ഇതൊക്കെയാ സാക്ഷി പറയുന്നതുമെല്ലാം. പക്ഷെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറയാമോ? ഈ ദൈവം തരുന്നതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ദൈവം പുറത്ത് നിൽക്കുക, യേശു പുറത്ത് നിൽക്കുകയാണ്. യേശു അകത്ത് കയറിയിട്ടില്ല, നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടില്ല. റിലേഷൻഷിപ്പ് എന്താ? ഈ തരുന്നതുമായി ബന്ധപ്പെടുത്തി മാത്രമുള്ള റിലേഷൻഷിപ്പാണ് നമുക്കുള്ളത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ 5000 പേർക്കുണ്ടായിരുന്ന ഏക ബന്ധം എന്താ? അപ്പം തന്ന യേശു. പിറ്റേ ദിവസം അവർ ചെല്ലുന്നു, അപ്പം തരണമെന്ന് പറഞ്ഞുകൊണ്ട്. ബന്ധമില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന അപ്പം നിങ്ങൾ തിന്നു, പക്ഷേ ബന്ധമുണ്ടാകണം, നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറണം. ഇന്നലെ അപ്പം ഉള്ളിലോട്ട് പോയി, അതുപോരാ, അപ്പം വയറ്റിലോട്ടാണ് പോയത്. പക്ഷേ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി നിങ്ങളുടെ ഉള്ളിൽ വസിക്കും. അതാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പിലേക്ക് വന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. മറ്റേതെല്ലാം നമ്മുടെ ഇഷ്ടം ദൈവത്തിൻ്റെ അടുത്ത് എന്ന് പറയുന്ന കാര്യമാണ്. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്നറിയണമെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരണം. കാര്യം ദൈവത്തെ നമ്മൾ ഒരു വ്യക്തിയായിട്ട് തിരിച്ചറിയണം. ഹീസ് എ പേഴ്സൺ. അവനൊരു വ്യക്തിയാണ്. അവനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒത്തിരി തുടക്കം മുതൽ അങ്ങനെയാണ്. ഒന്നാമത്തെ റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തുടക്കമാണ്. ഗാഡ് ഈസ് അവർ ക്രിയേറ്റർ. ദൈവം നമ്മുടെ സൃഷ്ടാവാണ്. സൃഷ്ടാവാകുമ്പോൾ തന്നെ ആ ബന്ധമുണ്ട്. തുടക്കമാണ് ഞാൻ പറഞ്ഞത്. കാര്യം ദൈവം നമ്മുടെ മാത്രം സൃഷ്ടാവല്ല, ഭൂമിയിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്. ഹി ഈസ് ദ ക്രിയേറ്റർ ഗാഡ്. പക്ഷേ മറ്റ് മൃഗജാലങ്ങളും പക്ഷിമൃഗാദികളൊക്കെ ദൈവമാണ് അവരുടെ ക്രിയേറ്റർ എന്നുള്ളത് ഓർത്ത് ദൈവവുമായിട്ട് ഒരു നിരന്തര സംസർഗം നടത്തുന്നില്ല. പക്ഷേ നമ്മളങ്ങനല്ല. ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയാണ്, ഓ, എൻ്റെ സൃഷ്ടാവായ ദൈവം എന്തിനാ എന്നെ സൃഷ്ടിച്ചത്? ദൈവത്തിനെന്തോ ലക്ഷ്യമുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരിഷ്ടമുണ്ട്. സൃഷ്ടാവാണെന്നറിയുമ്പോൾ തന്നെ നമ്മൾ റിലേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. വി ആർ എൻറ്ററിങ് ഇൻ ടു എ റിലേഷൻഷിപ്പ്. ആ റിലേഷൻഷിപ്പിലേക്ക് വരാതെ
മാറി നിൽക്കുന്ന ഒരു യേശുവിനെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്.